ഇഗ്നേഷ്യസ് ദർശന അക്കാദമിയിൽ നിന്ന് CMC വെല്ലൂരിലേക്ക്. മോൻ്റെ പ്രിപ്പറേഷൻ തീർച്ചയായും നമുക്കറിയാം, അവനൊരു വേറിട്ട രീതിയിലുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ അവൻ്റെ കയ്യിലുണ്ട്. ദർശന അക്കാദമി മോനെ എങ്ങനെയാണ് സഹായിച്ചത്? പേരൻസ് കൂടെ ഉണ്ട്, സാറും മാമും ഉണ്ട്. എന്താണ് നമുക്ക് അവർ പറയുന്നത് നമുക്ക് നോക്കാം. മോൻ്റെ ഈ വിജയത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. അവൻ ഇവിടെയാണ് ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ പഠിച്ചതും അവന് ലൂർദ് സ്കൂളിൽ CBSE സ്കൂളിലും ദർശനയിലുമായിട്ടാണ് പഠിച്ചത്. എല്ലാ കാര്യങ്ങളും ദർശനയിൽ നിന്നാണ് അവനെ അവിടെ കൊണ്ടുപോയതും കാര്യങ്ങളും എല്ലാം നടത്തിയത്. ആദ്യത്തെ വർഷം തന്നെ അവന് നല്ല മാർക്കുണ്ടായിരുന്നു, 600 എബവ് ഉണ്ടായിരുന്നു. എങ്കിലും അതൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവൻ തന്നെയാണ് പറഞ്ഞത്, ഞാൻ റിപ്പീറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, വേറെ വലിയ അക്കാഡമിയിൽ പോകണോ അല്ലെങ്കിൽ ഇതിലും വേറെ സ്ഥലങ്ങളിൽ പോകണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, വേണ്ട, ദർശനം തന്നെ മതി എന്ന് പറഞ്ഞു. അവനിവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും എല്ലാം വളരെ ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് ഞാനും ഒരു ചെറിയൊരു ദൈവിക വിശ്വാസിയാണ്, ഒരു കൊച്ചു യേശുവിൻ്റെ ഒരു ചെറിയ ശിഷ്യൻ എന്ന് പറയാൻ വേണമെങ്കിൽ ഒരു കൊച്ചു സുവിശേഷനാണ്. അപ്പോൾ അതുകൊണ്ടും ഇവിടെ വളരെയധികം നല്ലൊരു അന്തരീക്ഷമായിരുന്നു. അവിടുന്ന് പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും എല്ലാ കാര്യങ്ങളും കൊണ്ട് ഒരു ആത്മീയ അന്തരീക്ഷവും അതിൻ്റെ ഒപ്പം പഠനവും പിന്നെ അവന് ദൈവം ഒരു നല്ല വഴിയിലേക്ക് ചെയ്തു കൊടുത്തു. ഞാനിവിടെ വരുമ്പോഴെല്ലാം ടോമിയ മിസ് കൂടെ ആകെ ഒരു പ്രാവശ്യം ഇവിടെ വരേണ്ടി വന്നിട്ടുള്ളൂ. ഞാൻ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പാരൻസ് വരേണ്ടി വന്നിട്ടില്ല, കാരണം ടീച്ചറൊക്കെ അതുപോലെ മിസ്സൊക്കെ അതുപോലെ തന്നെ പാരൻറ്റിനെ പോലെ അമ്മയെ പോലെയൊക്കെയാണ് ഉപദേശിക്കുകയും കാര്യങ്ങളെല്ലാം സംസാരിക്കുകയും ചെയ്യുന്നതും. ഞാനിവിടെ ഒരു പ്രാവശ്യം വന്നപ്പോൾ മിസ്സ് വളരെയധികം ഞങ്ങളുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഒരു എയിംസ് പോലെയുള്ള സ്ഥലങ്ങളിൽ കിട്ടണമെന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു എനിക്ക്. വന്നവന് 700 എബവ് ഒക്കെ മാർക്ക് ഇവിടെ മേടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ തവണത്തെ ഏറ്റവും വലിയൊരു ടഫ് എക്സാം ആയിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ അളവറ്റൊരു കൃപ, ഒരു അനുഗ്രഹം. അപ്പോൾ 19 എയിംസിനേലും AFMCയിലും മുകളിലുള്ള CMC വെല്ലൂരിൽ ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ടും ഒരു കരുണ കൊണ്ടും കരുതൽ കൊണ്ടും ഞങ്ങൾക്ക് ലഭിച്ചു. അതിന് ദർശന അക്കാദമിക്ക് വളരെയധികം പങ്കുണ്ട്. കാരണം കഴിഞ്ഞ വർഷം അവൻ്റെ 600 മാർക്കിന് മുകളിൽ വാങ്ങിയത് കൊണ്ട് തന്നെ ദർശന ഒരു രൂപ പോലും ഞങ്ങളുടെ ഇന്ന് വാങ്ങിയിട്ടില്ല എന്നുള്ളത് എനിക്ക് എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ അത് ഓർക്കുമ്പോൾ തന്നെ വളരെ ഒരു ദർശനയെ പറ്റി എന്താ പറയുക, ഒരു ആത്മാഭിമാനവും ഒരു ഭയങ്കരമായ ദർശനയെ ഓർത്തൊരു വളരെ ഒരു ബ്ലെസ്സിങ് സ്ഥലമായിട്ട് തന്നെ തോന്നി. മെസ്സിൻ്റെ കാശോ അല്ലെങ്കിൽ ഫുഡിന് ഹോസ്റ്റലിൻ്റെ ഫീസോ ട്യൂഷൻ ഫീസോ യാതൊന്നും വാങ്ങാതെയാണ് അവനെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഒത്തിരിയധികം കടപ്പാട് ദർശനയോടുമുണ്ട്. എന്നും എൻ്റെ പ്രാർത്ഥനയിൽ ദർശനയ്ക്ക് നടത്തിക്കുന്നവർക്കും നടത്തിപ്പുള്ള എല്ലാ ടീച്ചേഴ്സിനും അതിൻ്റെ ഉന്നതങ്ങളിലിരിക്കുന്ന അച്ഛനും എല്ലാവർക്കും അതുപോലെ ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളും ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി അവരെല്ലാം വിജയം പ്രാപിച്ച് നല്ല ഡോക്ടർമാരായി തീരട്ടെ എന്ന് എൻ്റെ ഒരു പ്രാർത്ഥന എപ്പോഴും ദർശനയോടുകൂടെയാണ്. താങ്ക് യു സാർ. സാർ പറഞ്ഞ പോലെ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു ആംബിയൻസും അതുപോലെ ഇഗ്നേഷ്യസ് ആ ഒരു നമ്മൾ കൊടുക്കുന്ന എല്ലാം അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും അതനുസരിച്ച് തന്നെ ആ ഒരു 100% ഇൻവോൾവ്മെൻറ്റ് മോൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതും തീർച്ചയായിട്ടും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. മോൻ എന്താണ് വിജയത്തെക്കുറിച്ച് പറയാനുള്ളത്? എനിക്ക് വിജയം കൈവരിക്കാൻ പറ്റിയ ദർശനയിൽ വന്നതുകൊണ്ട് മാത്രമാണ്. ദർശന അക്കാദമിയിൽ എല്ലാ ടീച്ചർമാരും സ്റ്റാഫ് മെമ്പേഴ്സ് എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടീവായിരുന്നു. അത് കാരണം ഒരു ഹോംലി ഫീലിംഗ് തന്നെയായിരുന്നു ഇവിടെ. എന്നെ ഈ വിജയം കൈവരിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ദർശന അക്കാദമിയാണ്. ഇവിടുത്തെ ഓരോ ടീച്ചർമാരും എല്ലാവരും വളരെ അതാത് സബ്ജക്റ്റിൽ ഭയങ്കര എക്സ്പേർട്സാണ്. അപ്പോൾ നമുക്ക് ഏത് ഡൗട്ട് വന്നാലും അതപ്പോൾ തന്നെ ക്ലിയറായി ആ ഒരു ടോപ്പിക്ക് അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോകാൻ അങ്ങനെ ഒരു നല്ലൊരു സിസ്റ്റം ഇവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാ മാസം എല്ലാ ആഴ്ചയിലും ഓരോരോ എക്സാംസ് നടത്തുമായിരുന്നു, വീക്കിലി ആയിട്ടും മന്ത്ലി ആയിട്ടും. പിന്നെ ക്യുമുലേറ്റീവായിട്ട് ഞങ്ങൾക്ക് ഫുഡ് മോഡൽസ് നടത്തുമായിരുന്നു. അത് കാരണം ആദ്യം മുതലേ അങ്ങനെ പഠിച്ചു വന്നതാണ്. അവസാനമായപ്പോഴത്തേക്കും എല്ലാം ഒരുമിച്ചിടുമ്പോൾ അത്യാവശ്യം നല്ലോണം പെർഫോം ചെയ്യാനൊക്കെ പറ്റിയായിരുന്നു. പിന്നെ ഈ എക്സാംസിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറഞ്ഞാൽ പല എക്സാംസിനും പല ഡിഫിക്കൽട്ടി ലെവൽസ് ആയിരുന്നു. അതുകൊണ്ട് നീറ്റ് എങ്ങനെ വന്നാലും നല്ലോണം പെർഫോം ചെയ്യാൻ അത് ഞങ്ങളെ സഹായിച്ചു. ഈ വർഷത്തെ നീറ്റ് വളരെ പാടായിരുന്നെങ്കിലും ബാക്കിയുള്ള സ്റ്റുഡൻസിനെ കമ്പയർ ചെയ്ത് ഈ ഒരു മോഡിൽ പഠിച്ചു വന്ന കാരണം അത്യാവശ്യം നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റി. ഇവിടെ ദർശന അക്കാദമിയിലെ ക്ലാസ്സസ് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിക്കുന്ന കാരണം തന്നെ എല്ലാ കൺസെപ്റ്റും നല്ലോണം മനസ്സിലായി തന്നെയാണ് പോയത്.
അത് കാരണം മാത്രമാണ് എനിക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്തുകയും CMC വെല്ലൂരിലേക്ക് അഡ്മിഷൻ കിട്ടാൻ സാധിച്ചത്. അതിനാൽ ദർശനയ്ക്ക് എൻ്റെ വളരെയധികം നന്ദി ഞാൻ പറയും. മാത്രമല്ല എൻ്റെ ഈ കഴിഞ്ഞ കൊല്ലത്തെ റിപ്പീറ്റർ ജീവിതത്തിൽ എൻ്റെ കൂടെ എന്നെ വളരെ സപ്പോർട്ടീവായിട്ട് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ മാതാപിതാക്കളും പിന്നെ ഹോസ്റ്റലിലായിരുന്നപ്പോൾ എന്ത് വന്നാലും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന എൻ്റെ ഹോസ്റ്റൽ വാർഡന്മാർക്കും പിന്നെ ഇവിടെയുള്ള സ്റ്റാഫ് മെമ്പേഴ്സ് എല്ലാവർക്കും വളരെയധികം നന്ദി ഞാൻ പറയുന്നു. ഇതോടൊപ്പം തന്നെ ഈ ഒരു വിജയത്തിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചതിന് ഞാൻ ദൈവത്തോടും നന്ദി പറയുന്നു. ഇപ്പോൾ മോൻ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ആ ഒരു വിജയത്തിൽ ഉള്ള പരിശ്രമത്തിൽ എല്ലാവരും ഉണ്ട്. ഈ അവസരം നമുക്ക് മാമിനോട് ചോദിക്കാം. കാരണം സാറ് പറഞ്ഞു സാർ ഇവിടെ ഉണ്ടായിരുന്നില്ല, കൂടുതൽ നാളും ഇവിടെ ഏറ്റവും കൂടുതൽ സമയം വന്നിട്ടുള്ളത് മാമാണ്. എന്താണ് തോന്നിയിട്ടുള്ളത് ദർശനയിലുള്ള അപ്രോച്ചും അതുപോലെ തന്നെ ആ ഒരു സക്സസ്സിൽ ഒരു പാത്തിൽ ഏറ്റവും കൂടുതൽ ഒരു സൈലൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു മാം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു വിജയത്തിൻ്റെ ഒരു ഷെയർ മാമിനും ഉണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, ഈ അവസരത്തിൽ എന്താണ് പറയാൻ? ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണുള്ളത്. ഇപ്പോൾ 3 വർഷമായി ഞാൻ പല പ്രാവശ്യം ഇവിടെ ദർശനയിൽ വരാൻ ഇൻ്റർ ഗ്രാജുവേറ്റ് ഉൾപ്പെടെ 3 വർഷത്തോളമായി അവനിവിടെ താമസിക്കുന്നു. അപ്പോൾ പല രോഗകാര്യങ്ങളും പല കാര്യങ്ങളും വരുമ്പോഴും ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അപ്പം നമുക്ക് അതൊരു ടെൻഷനുള്ള കാര്യമാണ്. കുട്ടികൾക്ക് എന്തെങ്കിലും രോഗം വരുമ്പോൾ നമ്മൾ വിളിച്ച് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ സാറും അല്ലെങ്കിൽ മാമും എല്ലാവരും ഇവിടെ നിന്നൊരു മടിയും കൂടാണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഏത് രോഗം വന്നാലും അങ്ങനെ ഭയങ്കര ഒരു സപ്പോർട്ടീവായിരുന്നു എല്ലാവരും. ടീച്ചേഴ്സ് ആണെങ്കിലും വാർഡൻസ് ആണെങ്കിലും മറ്റു കുട്ടികളാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടീവായിട്ടാണ് നടന്നത്. അപ്പോൾ ദർശനയ്ക്ക് ഞങ്ങളുടെ എല്ലാവിധ നന്ദികളും. ഇഗ്നേഷ്യസിൻ്റെ വിജയം അത് ദർശന അക്കാദമിയുടെ വിജയമാണ്. തൻ്റെ ചിട്ടയായ പരിശ്രമവും 100% ഇൻവോൾവ്മെൻറ്റും ഉണ്ടെങ്കിൽ അത് ദർശന അക്കാദമി അതിനൊരു സ്ഥലമാണ്, അതിനൊരു വേദിയാണ്. ടു ബിക്കം അച്ചീവ് യുവർ അംബീഷൻ, നിങ്ങളുടെ പാഷൻ അതെന്താണെങ്കിലും ആ ഡോക്ടർ ആകാനുള്ള നിങ്ങളുടെ അംബീഷൻ സ്വന്തമാക്കാൻ ദർശന അക്കാദമി നിങ്ങളോടൊപ്പം ഉണ്ട്. ഇഗ്നേഷ്യസിന് എല്ലാവിധ ആശംസകളും ആൻഡ് കൺഗ്രാറ്റുലേഷൻ വൺസ് അഗെയിൻ ആൻഡ് താങ്ക് യു സാർ ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് മാം താങ്ക് യു സോ മച്ച്.